നമുക്ക് കുറച്ച് നേരം ഡിസ്കോഡ് റോൾസ് നോക്കിയിട്ട് നമുക്ക് ഗോഡ് ഓഫ് വാർ കയറാം. എന്റെ പഴയ ഹേറ്റേഴ്സ് എല്ലാം എന്റെ ഫാൻസ് ആയി ഇപ്പം. അതുകൊണ്ട് നമുക്ക് പുതിയ ഹേറ്റേഴ്സിനെ വേണം. ഡിസ്കോഡ് നോക്കിയിട്ട് എന്തെങ്കിലും പോക്കത്തിലൊക്കെ പറയാം. വാ പിന്നെ സ്ക്രിപ്റ്റ് എന്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ഇന്നത്തെ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് വാ അടുത്ത്. എടാ ഞാൻ പുതിയ കളിയൊന്നും കണ്ടില്ല കഴിച്ചു. നിങ്ങൾ കണ്ടോ കളിയൊക്കെ? ഞാൻ കണ്ടില്ല. സത്യം പറയാലോ, ഓസ്ട്രേലിയ സീരീസ് ഒന്നും ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? ഇന്ത്യ ജയിച്ചോ തോറ്റോ? അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗൈസ്, ഇവർ രണ്ടുപേരുടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ 90s കിഡ്സിന്റെ കൊച്ചിലെ തൊട്ടാർന്ന് എല്ലാരും പോവല്ലേ? ഇവരോടല്ല ഉള്ളു ഇനി ബാക്കി? രോഹിത്തും വിരാടോടല്ല ബാക്കിയുള്ളൂ. ജഡേജ ഉണ്ടല്ലേ? ജഡേജ ഉണ്ടോ? ജഡേജ എയർലി 2K 90s എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് ഹീറോസ് ആയിട്ടുള്ള നമ്മൾ കണ്ടു വളർന്നിരുന്ന കളിക്കാരെല്ലാം പോവാ. അയ്യോ ആലോചിക്കുമ്പോ തന്നെ സൂര്യകുമാർ അതൊക്കെ കുറച്ചും കൂടി മുമ്പിലാടാ, നമ്മുടെ കൊച്ചിയിലൊന്നും അല്ല. എനിക്ക് ഞാൻ ഒരു ഓണസ്റ്റ് ആയിട്ട് പറയല്ലോ, എനിക്ക് ഇന്ത്യ ഇട്ടതിലെ ഏറ്റവും വൃത്തികെട്ട ജേഴ്സി എന്ന് തോന്നിയത് ഇതാണ്. സത്യം പറയാം, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജേഴ്സി ഇതാണ്. ബാക്കി എല്ലാ ജേഴ്സി അടിപൊളിയായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത്. ഈ ജേഴ്സി ഇതൊരു അപ്പി ജേഴ്സി ചെയ്തൊരു പറയാതിരിക്കാൻ വയ്യ. അണ്ണൻ സിദ്ധികേറുന്നത് നിർത്തിയല്ലേ? എന്ത് പറ്റി? എനിക്കൊരു അർജന്റ് ഒരു കാര്യം പറയാനുണ്ട്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേറെ ഇല്ലെന്ന് നമുക്ക് ആരും മാത്രം. കട്ടില് മാത്രമേ ഉള്ളൂ. അവിടെ സംസാരിക്കല്ലോ, അവിടെ സംസാരിക്കാം. അല്ല ഇനിയിപ്പം എന്തും പറയാലോ, ഇനിയിപ്പോ ആരും വരത്തില്ലല്ലോ ഇങ്ങോട്ട്. അല്ല ഇനിയിപ്പോ എന്തും പറയാലോ, സീക്രട്ട് പറയാലോ. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, താഴെ കമ്മിറ്റഡ് ആണ്. എന്റെ പുറകെ ഇറക്കായിരുന്നു. അപ്പൊ ഞാൻ വളയാത്തത് കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അനിയത്തി കയറി പ്രേമിച്ചു. ബാലന്റെ ജീവിതം കുട്ടിച്ചോറാവരുത്. അതെ അതെ, പ്രിൻസസിന്റെ ജീവിതം കുട്ടിച്ചോറാവരുതെന്ന് എനിക്കുണ്ട്. അപ്പൊ രണ്ടുപേരുടെ ജീവിതം കുട്ടിച്ചോറാവരുതായിരുന്നല്ലോ അല്ലേ? അതെ അതെ അതെ. അപ്പൊ രണ്ടുപേരും മുന്നോട്ട് പോണമല്ലോ അല്ലേ? അതെ. അപ്പൊ രണ്ടുപേരും കൂടെ അങ്ങ് മുന്നോട്ട് പോവല്ലേ? അല്ല മുന്നോട്ട് പുറത്തോട്ട് പോട്ടെ, ഇവിടെ തന്നെ നിന്നാ മതിയോ? പ്രിൻസസ് എന്തൊക്കെ ആഗ്രഹങ്ങളാ? ഇവിടെ തന്നെ ഇരിക്കാനോ? പോണ്ടേ പുറത്തോട്ട്? ഇവിടെ പോവാ. ചാൻസ് കളയാനായിട്ട് നീയൊക്കെ കൂടെ അവളെ കൂടെ എത്തി നോക്കിയിരിക്കുമ്പോ എന്തോ ചാൻസ് ഉണ്ടാക്കാൻ എനിക്ക് നമ്മളിങ്ങനെ പറയായിരുന്നു എന്തൊരു ചാൻസ് ആയിരുന്നു താരമായിട്ട് സെറ്റ് ആവാൻ. എന്നിട്ട് എല്ലാം കൊണ്ട് നശിച്ചില്ലേ? എനിക്ക് ഈ ആർപ്പിക്കകത്ത് ഈ ലവ് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര ക്രിഞ്ച് ഫീൽ ചെയ്യാണ്. കാരണം 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്ന ക്ലിപ്സ് മൊത്തം ജുഗുറു എന്ന് പറയുന്ന ഒരു വാണത്തിന്റെ സെന്റിമെന്റ്സ് ആണ്. ഈ പറയാതിരിക്കാൻ വയ്യ. ലേറ്റ് നൈറ്റ് ഇപ്പൊ ടിവിയുടെ മെയിൻ ഗ്രൈൻഡർ ആണ്. നമ്മുടെ ലോയൽറ്റി പോയിന്റ്സും എല്ലാം ഗ്രൈൻഡ് ചെയ്യണത് ജിഗുറു ആണ്. ജിഗുറു, ആഷ് ഇവരൊക്കെയാണ് നമ്മുടെ ഇപ്പൊ ഇത് ചെയ്യണത്. മനസ്സിലായ? ഗേൾസ് ഹൊറർ ക്രൈംസ് ആർ പെണ്ണല്ലേ നിന്നത്? അതാണ് പറയാതെ ഇവിടെ. ഇത് വലിയ സീനല്ല, കണ്ടിട്ട് റൊമാൻസ് അടിച്ചെനിക്ക്. ഇതിനെ കണ്ട ഞാനെങ്ങനെയാടാ പേടിക്കുന്നത്? വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ട് ചേട്ടാ, ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ. ഇതിനകത്ത് പ്രേതത്തിനെ അല്ല, ഇതിനകത്ത് മറ്റേ സ്നൈപ്പിന്റെ ക്യാരക്ടറെ കാണുമ്പോഴാണ് പേടി വരണം. ആകർഷിക്കണ പോലെ അത് എന്നെ പോലത്തെ സുന്ദരമായി പട്ടി എന്റെ പുറകിലെ 2 ഉമ്മ എടുത്തിട്ട് വന്നു എന്നെ.
തൂക്കിക്കൊണ്ടുവന്ന് എന്റെ അടുത്തുണ്ടായിരുന്നു 2 എടുത്തിട്ട് വന്നു എന്നെ എടി വിടറി എന്നെ. എന്ത് പറ്റി പ്രിൻസസ്? എനിക്കൊരു അർജന്റായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. പ്രൈവസി അപ്പാർട്ട്മെന്റിൽ പോ. എന്റെ അമ്മ പ്രയത്നങ്ങളൊക്കെ ഗാംഭീര്യത്തിൽ സംസാരിക്കണേ. And unless you're Cristiano, and unless you're Cristiano Ronaldo, Messi is more of my type. uh, ചാനലിൽ പ്രശ്നം ചാനലിപ്പോ ഇതൊക്കെ പ്രശ്നമാണ് സ്കൈയെ. കൈയൊക്കെ പ്രശ്നമാണ്, കൈയൊക്കെ പ്രശ്നം. ഇന്ത്യ നിങ്ങളുടെ പ്രശ്നമാണ്. ഇപ്പൊ അവിടെ എടാ ഇപ്പൊ ക്ലബിലൊക്കെ ഇരുന്ന് കാണുന്ന പിള്ളേരുണ്ട് കേട്ടോ ലൈവ് ടിവിയില്. അവരിപ്പോ അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചീറി. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു അടി നടക്കുക. ഇവിടുത്തെ ഇതിന് പേര് ക്ലബിൽ ഇരുന്ന് ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരും എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് സംഘം തിരിഞ്ഞ് അടിയായി. It's just a normal room. ഇതേപോലെ ഒരു റൂം ഉണ്ടാക്കേണ്ടത് ബാക്കിയുണ്ടറിയാം. സത്യമാണ് ഇതുപോലെ ഒരു റൂം ഉണ്ടാക്കാം. രാജ മാത്രം വാങ്ങിച്ചാ പോരാ ചെറുത്. പാടുവാണോ ഇത്? എന്റെ അമ്മ കഴിച്ചത് ഏത് പാട്ടാ കഴിച്ചത്? എന്ത് രസമുണ്ട് കേൾക്കാൻ. കഴിച്ചത് ഏത് പാട്ടാണെന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ പാട്ട് സിനിമ പാട്ടല്ലെന്ന് തോന്നടാ ഇത്. ആൽബം സോങ് ഇത് ഒറിജിനൽ ആണ്. എനിക്കറിഞ്ഞൂടാ, പുള്ളി പാടിയതാണ്. എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഡിലേ ഉണ്ട്, അത് കണ്ടാ? അത് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തില്ലേ? സെപ്പറേറ്റ് ഓഡിയോ റെക്കോർഡ്. എന്താ പെരുമാണി ഫിലിമോ? പെരുമാണി മൂവി സോങ് ആണോ? കിടിലം കേട്ടോ, കിടിലം കിടിലം. അണ്ണാ എന്നെ ഓർമ്മയുണ്ടോ? എനിക്ക് തിരിച്ചു വരണം. മാക്രി ഗോപാലൻ പണ്ട് ട്രോളൊക്കെ ചെയ്തോണ്ടിരുന്നൊരു പുള്ളിയാ. ഓർമ്മയുണ്ടോ? നീ തിരിച്ചു വരണം. When I go, I hope they cover my grave with roses. When I die, I just want to be buried with friends. With friends or with family. I don't think it matters more than that. What about you, Arthur? Me? I don't care about that nonsense. Come on. Face me to the west so I can watch the setting sun and remember all the fine times we had that way. See, Tilly? I told you Arthur had a soul. സ്പോയിലർ നമ്മൾ കളിച്ച് തീർത്തല്ലേ ഓൾറെഡി. ഇനിയിപ്പോ എന്ത്? ഇതാരാ? റിച്ച് ഷമീം ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 5 മെമ്പർഷിപ്പ്. അത് 5 അല്ല, അത് 10 മെമ്പർഷിപ്പാ. ഈ വീക്ക് 2x ആണ്. അത് 10 മെമ്പർഷിപ്പാ അത്. താങ്ക് യു സോ മച്ച് ഷമീം ബ്രോ, താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. വെൽക്കം ടു സ്ട്രീം, വെൽക്കം ടു സ്ട്രീം. മെർസലായിട്ടും തെലുഗു വർഷം. Tapi patah muda,
തെറ്റാണോ അതോ അതങ്ങനെയാ. എനിക്കിപ്പോ ആവശ്യത്തിലധികം പ്രശ്നമുണ്ട്. തെലുങ്ക് ആൾക്കാരുടെ അവിടെ നിന്ന് വെട്ടൊന്നും മേടിച്ചിട്ട് ഇപ്പൊ നാളെ വീടിന്റെ ഫ്രണ്ടില് മറ്റേ വടിവാളൊക്കെ ആയിട്ട് 2 പിക്കപ്പ് ഒക്കെ വരുന്നത് എനിക്ക് വയ്യ. എനിക്കിങ്ങനെ പാരന്റ് വള്ളിയൊന്നും എടുക്കാൻ വയ്യ. പ്ലീസ്. പറയും പിന്നീട്. പലരും പല കാര്യങ്ങളാണ് ഇയാളെ പറ്റി പറയുന്നത്. ഇവനെ തളർത്താൻ എന്താ ഒരു വഴി? തളർത്താൻ പറ്റില്ല. இந்த வாட்டி மிஸ்ஸே ஆகாது. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ? സ്ക്രീനിൽ പോലും കാണിക്കണ്ട ഒരു ശബ്ദം മാത്രം കേട്ടാ മതി. എന്റെ അമ്മോ, ആ സൗണ്ട് മാത്രം കേട്ടാ മതി അല്ലേ എന്റെ ആളിയ. വിഷയം അപ്പൊ മച്ചാനെ നിനക്കില്ലാടാ 2 മക്കള്. എന്താ സംഭവം? വേറൊന്നുമില്ല ചങ്കുകളെ. MRCS തകരണം. MRCS ആരാണ്? കൊല്ലണവനെ. അതാണ് ചാതേക്ക MRS താഴ്ത്തണം. എന്നിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഒക്കെ കേറണം. ഇത് ലോകം മൊത്തം ചർച്ചയാണോ? എന്റെ പൊന്നിടാവ്. ഇതോടുകൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ നിർത്തിയാണ്. അപ്പൊ എനിക്ക് എന്റെ ഉപ്പാനോട് എനിക്ക് ഇവിടെ പോവാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം. എന്റെ ഫാമിലിയുടെ പുറത്ത് വന്നത് ആരോ 2 ആൾക്കാർ വന്ന് ഇവിടെ ഹാമറിട്ട് അടിച്ച് പൊട്ടിച്ച് ദൂരെ പൊട്ടിച്ചില്ല. ഇത് പൊട്ടിക്കും എന്തായാലും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഞാൻ വീഡിയോ ഇടില്ല, ഒന്നുമില്ല, കാണലില്ല, സംസാരിക്കലില്ല. 6 hours later. ചങ്കുകളെ ഈ അയ്യോ എന്തൊക്കെ നടക്കുന്നട. പ്രശ്നം നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ ചെക്കനെ ആരാണ് അടിച്ചത്? ആരടിച്ചിട്ടാണെങ്കിലും ഓന്റെ പണ്ടം ഞാൻ പുറത്തിറക്കും. ഈ ചെക്കനെ സപ്പോർട്ട് ചെയ്തൊരു കാക്കയാണ്. 7 രൂപ പോയാലെന്തുവാ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. അനക്ക് സംരക്ഷണം വേണമെങ്കിൽ അനക്ക് ഞാൻ തരും. ചുമ്മാ ഇരിടാ. വാപ്പ ഉണ്ടോ? ഉമ്മ പറഞ്ഞു അങ്ങനെ ഒരാളുണ്ടെന്ന്. പിന്നെ വിളി. എന്ത് ആളെന്ത് തീർന്ന? ചുമ്മാ ഇരിടാ. നിന്റെ വാപ്പ തന്നെ അത്. ഫാമിലി മൊത്തം ബ്രോഡാണ്. 10-15 രൂപ കൊടുത്ത വാപ്പ വരൂ. എനിക്കൊരു 5000 എടുത്താ ഞാൻ വാപ്പാനെ 2 തെറ്റി തരാം. പിന്നെ അങ്ങനെ 2 hours later. നമസ്കാരം ചങ്കളെ. ഈ ചക്കന്റെ വണ്ടി അടിച്ച് പൊട്ടിച്ചമാരെ നമുക്ക് കിട്ടിയിരിക്കണം. ഓന്റെ വീടിന്റെ അവസ്ഥ, ഓന്റെ 2ാമത്തെ വാപ്പ കിടപ്പിലാണ്, 1ാമത്തെ വാപ്പ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്ക് അവനെ റിവീൽ ചെയ്യണ്ട. നിങ്ങൾക്കില്ലടാ മക്കളെ. ഞാനപ്പോ പറഞ്ഞുതരാം. ഞാനും എന്റെ ഫാമിലിയും കൂടി നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ കാറില് പെട്ടെന്ന് ഷാജാനൊക്കെ വിളിച്ചിട്ട് ഒരു 5000 രൂപ തരാന്ന് പറഞ്ഞു. ഹലോ സോറി, കട്ടേ. എന്താണ് നീ? പിന്നെ ഞമ്മക്കോനെ കിട്ടിയിരിക്കണ്. ഷാജാൻക പിടിക്കുമ്പം തൊലിച്ചോണ്ടിരിക്കരുത്, പറയണം ഷാജാൻക മാസിക്ക. ഞമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ അത് കാണിക്കും. എല്ലാരും തലങ്ങും വിലങ്ങും ഊക്കുന്നു. എന്റെ കൈയും കാലും വിറയ്ക്കുന്ന ഒരു തൊലിഞ്ഞ സ്ക്രിപ്റ്റും കൊണ്ട് വന്നേക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞ മരത്തിന്ന് വല്ലോ ഊർന്നിറങ്ങണമെന്ന്. നിങ്ങള് കേക്കത്തില്ല. ചിലക്കേണ്ടായിട്ട് നായേ, വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നാ മതിയായിരുന്നു. ഞാനൊന്ന് പെടഞ്ഞ് വീണ് നോക്കട്ടെ കാക്ക. നീ ഒന്ന് പെടഞ്ഞ. എന്ത് എന്റെ അമ്മോ,
കരച്ചളിയാ കണ്ട് വിഷയം നിങ്ങള് കേട്ടാ പറയാതിരിക്കാൻ വയ്യ. എല്ലാം പോട്ടെ, ഞാൻ ആ വീഡിയോക്കകത്ത് പറയണതുണ്ട്, എല്ലാം പോട്ടെ. ഈ ഫെയിമിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തന്തയില്ലായ്മയുണ്ടല്ലോ എന്റെ അമ്മോ, ആലോചിക്കാൻ വയ്യ. ഇതൊക്കെ പോട്ടെ, തമാശയല്ല കഴിഞ്ഞ്. ആൾക്കാരിപ്പൊ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, മനസ്സിലായ? സ്ക്രിപ്റ്റ് ഇത് നിങ്ങളോടൊക്കെ എനിക്ക് ഇതേ പറയാനുള്ള കേസ്. നമ്മുടെ ലൈവ് കാണുന്ന പിള്ളേരോടെങ്കിലും ഇങ്ങനെ വളർന്നു വരരുത്. ഇങ്ങനെ അല്ലടാ, ഇത് പയ്യെ സമയമൊക്കെ എടുത്ത് വളർന്ന് പയ്യെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റയടിക്ക് ഫെയിം കിട്ടുന്നത് ഭയങ്കര സീനാടാ, അത് ഭയങ്കര പ്രശ്നമാണ്. പയ്യെ നമ്മൾ സമയം എടുത്ത് ഗ്രാജുവലി വളർന്നു വരുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായ? എന്റെ ഒക്കെ അയ്യോ, അത് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ഈ ഗെയിമിന്റെ ഇത് മിസ് ഔട്ട് ചെയ്ത് കേട്ടാ. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ഗെയിം അല്ലല്ലല്ലടാ, ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. ഞാൻ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഇപ്പോഴാ കാണണം. ഒരു സെക്കൻഡ് ഗൈസ്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കമന്റ് ഒന്ന് എടുത്തോട്ടെ. നിങ്ങളിത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഈ ഗെയിം കാണിച്ചു തരാം നിങ്ങളെ. ഇത് എന്ന് റിലീസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞാ മതി ഗൈസ്. ഇതാണ് സാധനം. അല്ലല്ലല്ല ഗൈസ്, ഇത് കണ്ടോണേ, ഈ ഗെയിം കണ്ടോണേ നിങ്ങള്. മെമ്പർഷിപ്പ് ഫിഫി, താങ്ക് യു സോ മച്ച് ഗൈസ്. ഇത് കണ്ടോണേ, ഇത് നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. Millions of souls pour into the underworld every day. ക്യാരക്ടർ നോക്കിക്കോണേ. You're no different. My lord, he's here. I bid you walk the mortal world once more. Fallen leaves return to their roots. You shall gather the souls that stray. ഫ്രെയിം നോക്കടാ, മറ്റേ ഹോംകോങ് ഗെയിം പോലെ ഇരിക്കുന്നു. ചൈനീസ് മിത്തോളജിയാ. ഈ ഒരു 2025 ചൈനീസ് ഗെയിംസ് ബോസിനെ നോക്കിയോ. Watched over this city for ages, and every name in your scroll of death. Not one of them is quiet. You, a soulless husk. You can judge my fate. I wrestle rogues when their artifacts can do what brute strength cannot. ആ ട്രാൻസിഷൻ നോക്കിക്കോണേ. The living cast their dead to flame, and sacrifice ignites the war banners! Here we go again. If you know not life, how can you know death? Sword of Legends. എടാ, ഇങ്ങനൊരു ഗെയിം ഇറങ്ങാൻ ഞാൻ സത്യം പറഞ്ഞാൽ മിസ് ചെയ്ത് കേട്ടാ ഈ സാധനം. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. വെറുതെ തെക്ക് ഐലൻഡ് കൂടെ നോക്കിയാണ്. അത് മലയാളിയുടെ മലയാളി ഡെവലപ്പറോ? തെക്കു ഐലൻഡ്. തെക്ക് മലയാളി ഡെവലപ്പറോ?
മെയ്ഡ് ഇൻ അൺറിയൽ എഞ്ചിൻ 5. താങ്ക്സ് കൂടെ നിന്നവർക്ക് നന്ദി. ഇൻ അസോസിയേഷൻ റെഡ് ടീം. ഇല്ല ഈ പുള്ളിയാ ചെയ്തത്. ടീം നമ്മുടെ കേരളത്തിൽ ഒരാളത് ചെയ്തിട്ട് നമ്മളത് ചെയ്യാതിരിക്കണം ശരിയല്ലല്ലോ. ലെറ്റ്സ് ഗോ. സത്യം. തെക്ക് അയലെന്താ പ്രീ ബുക്കിംഗ് ഉണ്ടോ? ഇപ്പൊ ബുക്ക് ചെയ്യും നമ്മള്. ഗൈസ് സത്യല്ലേ, കേരളത്തിൽ നിന്നൊക്കെ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഗൈസ് കുറച്ച് പേര് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ടീം തെക്ക് ഐലൻഡ്. ലെറ്റ്സ് ഗോ. ഉടനെ ഇറങ്ങട്ടെ. വോൾട്ടിനൊക്കെ എന്താ ഇതിനകത്ത് എന്താ റോള്? ഡെവലപ്പറാണ്. ആണോ? ഓ കൊള്ളാം. എന്തായാലും നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ കളിച്ചു നോക്കാം ഗൈസ്. ഗൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത്ര ഞാൻ ഇന്ന് നോക്കുന്നുള്ളൂ. സോ സോറി. ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ അവരെ വിളിച്ചു